എല്ലാ വർഷവും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ 2023 തൊട്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 3000ഒക്കെയാണ് ബഡ്ജറ്റിനാറ് രണ്ടുപേർക്കും കൂടി കയ്യിലുള്ളത് വെച്ചിട്ട്. അത് ചിലപ്പോൾ 2000 ആവാം, 1000 ആവാം. എൻ്റെ വക വേണ്ടി ഇങ്ങനെ ചെറിയൊരു ഗിഫ്റ്റ്. ഹാപ്പി ആനിവേഴ്സറി. ഉണ്ണിക്കുണ്ട വക. ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് കാണുന്നത് വൈകുന്നേരം 6:30 എന്നാലും ഇപ്പം എനിക്ക് ഗുഡ് മോർണിംഗ് ആണ്. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ഇവരെന്താ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഇത്ര ഹാപ്പി ആയിട്ട് നിൽക്കണം എന്നല്ലേ. ഇന്ന് മെയ് 10 ഇന്നാണ് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി. നോർമലി അച്ഛനോടുള്ളപ്പോൾ ഞങ്ങളിങ്ങനെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുന്നതാണ്. പക്ഷെ ഇപ്പം അച്ഛൻ ഖത്തറിലും ഞങ്ങളിവിടെയാണ്. അപ്പോൾ സാധാരണ രീതിയിൽ ഈ പോക്കറ്റ് മണിയോ അല്ലെങ്കിൽ ഈ പെൻഷനോ ഒക്കെ ആയിട്ട് കിട്ടുന്ന കുഞ്ഞു പൈസ കൊണ്ട് എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യാറുണ്ട് രണ്ടുപേർക്കും. ഇപ്പോൾ 2-3 വർഷമായിട്ട്. ഈ വർഷവും ചെയ്തിട്ടുണ്ട്. വലിയ ഭയങ്കര ഹൈ സംഭവമൊന്നുമല്ല, എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞു സാധനം. അവിടെ ഖത്തറിൽ അച്ഛനും കിട്ടും, ഇവിടെ അമ്മയ്ക്കും ഉണ്ട്. അപ്പം വലിയ ഹൈ സംഭവമൊന്നുമല്ല, ഇതാണ് സംഭവം. ഓക്കെ, കണ്ടു ഇല്ലേ അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ശരിക്കും കണ്ടാൽ മതി. സോ അപ്പോൾ നമുക്കത് കൊടുക്കാം. രാവിലെ അച്ഛന് വൈകുന്നേരം കിട്ടും. അപ്പം അച്ഛനെ കൊടുക്കുന്ന ക്ലിപ്പ്, ഇപ്പം അമ്മയെ കൊടുക്കുന്ന ക്ലിപ്പൊക്കെ ഞാൻ കാണിക്കാം. ഓക്കെ, വെഡിങ് ആനിവേഴ്സറി എന്താ പരിപാടി? ഒരു പരിപാടിയില്ല, ഒരാൾ തന്നെ. എന്ത് പരിപാടി? എൻ്റെ വക വെഡിങ് ആനിവേഴ്സറിക്ക് ചെറിയൊരു ഗിഫ്റ്റ്. താങ്ക് യു. വെൽക്കം. കുറേ കവറുണ്ടല്ലോ, കുറേ കവറുണ്ട്. അടിപൊളി സാധനമാണ്. ചാർജറില്ല. ചാർജ് അതിനകത്ത് തന്നെ കാണും. നമ്മുടെ ഫോൺ എന്തേ? നമ്മുടെ ഫോണൊന്നും എടുത്ത്. എൻ്റെ ഫോണിനകത്ത് അച്ഛനോട് വർത്താനം പറയാം അമ്മച്ചി. മറ്റേ ഫോൺ എടുക്കടാ, ചെറിയ ഫോൺ. അതല്ല അമ്മയുടെ ഇത് മാക്സ് സേഫാ. ഈ സാധനം ബാക്കിലൊട്ടിച്ചാൽ ചാർജ് ആവും. ഇത് എവിടെ ബാക്കിലൊട്ടിക്കാൻ? നമ്മളന്ന് ആ കടയിൽ കണ്ടെന്ന് ഓർമ്മയുണ്ടോ അമ്മയ്ക്ക്? അമ്മയുടെ ആ ബാക്കിൽ റിങ്ങിൽ ഒരു സാധനം വെക്കുമ്പോൾ ചാർജ് ആവുന്ന ഓർമ്മയുണ്ടോ? അത് സെയിം സാധനം. അത് ഇതിനകത്ത് പറ്റൂല. അതിനാ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ലായിരിക്കും, പഴയ ഫോണല്ലേ. നിന്റെ ഫോൺ? എൻ്റെ ഫോണിൽ വീഡിയോ എടുക്കുമല്ലേ. അപ്പോൾ താങ്ക് യു. വെൽക്കം. ഉള്ള അടിപൊളി സാധനം. 10,000 മേച്ചേ ഉള്ളൂ, പക്ഷെ കൊണ്ടെടുക്കാൻ സുഖമാണ്. എൻ്റെ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത്ര 20,000 മേച്ച്. നല്ലതായിരുന്നു. വരയ്ക്കട്ടെ. ഇതെന്താ? എന്ത് ഈ സാധനം? ഇതാ മാക്സ് സേഫിൻ്റെ ആന്നേ. ഇതുപോലത്തത് വേണ്ട. ഉണ്ണിയച്ചാച്ചൻ്റെ വക ആനിവേഴ്സറി ഗിഫ്റ്റ്. പവർ ബാങ്ക്. അതെൻ്റെ പോയി തുടങ്ങിയായിരുന്നു. കൊടുക്കൂലോ. അത് ഉണ്ണിയച്ചാച്ചന് കൊടുക്കും. അത് നല്ല സാധനം. അത് പൊട്ടിയായിരുന്നു. അത് മൊത്തം പൊട്ടിച്ച് വെച്ചേക്കോ. മൊത്തം ഒട്ടിച്ച് വെച്ചേക്കോ. അത്
ശരി ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ എല്ലാം കൊടുക്കും. അതിന് താഴെ ലൈറ്റ് എത്തുന്നുണ്ടോ? ഒരു കട്ടയും കൂടി ഉള്ളു. ആണോടാ? ഒരു കട്ട ചാർജ് ആവുന്നതിൻ്റെ ആയിരിക്കും പച്ച ലൈറ്റ് വെക്കുന്നത്. അല്ലല്ല, പച്ചലൈറ്റ് എത്തുന്ന ചാർജ് ആവുന്നതിൻ്റെയോ? എന്താ വീഡിയോ ഉണ്ടെന്ന് പറയും. ഇത് വയർലെസ് ആണല്ലോ, മാക്സേഫ് എന്നൊക്കെ പറയത്തില്ലേ. അമ്മയ്ക്ക് ചപ്പാത്തി തിന്നു, എന്നിട്ടേക്ക് വയറ് ഇപ്പോൾ ഉള്ളത് തവ റെസ്റ്റോറൻറ്റിലാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ ബിരിയാണി വാങ്ങാൻ വേണ്ടി വന്നു. ഇവിടുന്ന് ഈ ബിരിയാണി വാങ്ങിയിട്ട് ഫോൺ ഓർഡർ ചെയ്തു, ക്യാഷ് പേ ചെയ്തു. ടൈമിൽ വെയിറ്റ് ചെയ്യാം. യോഹാൻ എന്തോരം വേണമെന്ന് പറയണം. ഇത്രയും മതി, ഇതൊന്നുമില്ലല്ലോ. മതിയെങ്കിൽ മതി. ഇച്ചിരി തിന്നൂടെ നിനക്ക്? അമ്മച്ചി നെയ്ച്ചോറിൻ്റെ കറി. നെയ്ച്ചോറിൻ്റെയോ? നെയ്ച്ചോറ് അമ്മച്ചിക്കാ. അമ്മ ആവശ്യത്തിനോട് എടുത്തേ. ഇവയ്ക്ക് വേണ്ട, ഇത് വേണ്ട. ചള്ളാസ്, തൈര്. അച്ചാർ വേണം. അച്ചാർ എനിക്ക് വേണം. സിസ്റ്ററേ വാ. കഴിക്കാം. 4 പപ്പടം തന്നെ, അവർക്ക് പപ്പടം വേണ്ട, പിള്ളേർക്ക്. അത് അമ്മച്ചിക്ക് വേണ്ടിയുള്ള 4 പപ്പടം. അത് ഒടിഞ്ഞു പോയി. പിടി. മൊത്തം പൊടിച്ചു. കയ്യിൽ നിന്ന് വീഴും പോയതല്ലേ പാവം കുട്ടി. നിനക്കുണ്ടോ? പൊട്ടിച്ചോണ്ടില്ലാതെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ. അതെ, വെഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ ഹോം മെയ്ഡ് സേമിയ പായസം. ഞാനിവിടെ ഒരുങ്ങിയിരിക്കുകയാണ് പള്ളിയിൽ പോവാൻ. വൈകുന്നേരത്തെ കുർബാനയ്ക്ക് വൈകുന്നേരം 6 മണിക്ക് കുർബാന. ഊബറിൽ ഷെഡ്യൂൾ കിട്ടുന്ന വണ്ടി വരും. ഒന്നും തോന്നുന്നു അറിയണ്ടായി, കുഴപ്പമില്ല, സമയമുണ്ട്. നമ്മുടെ വീഡിയോ സ്ഥിരം കാണുന്നവർക്കറിയാം, എളംകുളം പള്ളി. അതാണ് ഞാൻ വന്ന വണ്ടി. അതല്ലല്ലോ, അവിടെ പോയി, വണ്ടി പോയി. അങ്ങനെ പള്ളിയിലെത്തി. 5:45 6 മണിക്കാണ് കുർബാന. ഇച്ചിരി നേരത്തെ പോന്നു. ഇച്ചിരി നേരത്തെ പോകുന്നുണ്ട്, സീറ്റ് കിട്ടുമായിരിക്കും. വശത്തെ കിട്ടും, നോക്കാം. ഞാൻ കുറച്ച് ഫ്രണ്ടിലേക്ക് നീങ്ങി. എനിക്ക് ഏറ്റവും മുമ്പിൽ സെക്കൻഡ് റോയിൽ സീറ്റ് കിട്ടി. കസാരയിൽ നിന്നപ്പോൾ കണ്ടില്ല, പക്ഷെ പിന്നെ കണ്ടു. ഇപ്പം അങ്ങനെ കുർബാന കഴിഞ്ഞു. ഊബർ ബൈക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ജയ്ബിൻ. യെസ്,
അച്ഛൻ്റെ ഗിഫ്റ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് ഓക്കെ. അപ്പോൾ ആ രംഗം, അതായത് നമ്മൾ നോർമലി യൂട്യൂബിന് വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കുക, പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ആ വീഡിയോ ഇങ്ങനെ എടുത്തേക്കുന്നത്. ഓക്കെ, അതിൻ്റേതായ അസൗകര്യം ചെറുതായിട്ട് നിങ്ങൾക്ക് നേരിടുമായിരിക്കും, സാരമില്ല, ക്ഷമി. ഓക്കെ, അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാൻ ആഡ് ചെയ്യാവേ, കണ്ടിട്ട് ഓടി വാ. മാമാ ഹാപ്പി ആനിവേഴ്സറി. ഉണ്ണിക്കുട്ടൻ്റെ വക. ഉണ്ണിക്കുട്ടൻ്റെ വക. ഇവന് ഇതേ സെയിം ഇങ്ങനത്തെ ഒരു സാധനം ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിക്കാ ഇപ്പൊ കുറച്ചുമ്പോ കണ്ടത് ഞാൻ ഓപ്പൺ ചെയ്യുന്നതായാലും. അതാണോ? അതായത് അച്ഛനമ്മക്ക് പവർ പോരാന്നുള്ളതാണ് അവൻ പറയുന്നത്. ഉണ്ണിക്കുട്ടൻ എന്തായാലും ഓടി കട്ട് ചെയ്തൊക്കെ ഇടുള്ളായിരിക്കും. ഉണ്ണിക്കുട്ട താങ്ക് യു. 1000 നന്ദി. 1000 നന്ദി. ഞാൻ ഇങ്ങനെ ജോസഫ് സ്റ്റാലിൻ വിജയ് പക്ഷെ അവൻ ആരംഭിക്കുമല്ലോ വകുപ്പില്ല സഹിക്കാത്ത നശിപ്പിച്ചാൻ ഏതാ സാൻഡിസ്റ്റ് ഇത് ബോട്ട്. നല്ലതാ ബോട്ടടാ. ഫോട്ടോ കണ്ടോ മാമ നശിപ്പിച്ചാൻ. നന്ദിയുടെ 2 വാക്ക്. ഉണ്ണിക്കുട്ട മോനെ, അച്ഛൻ ഈ പവർ ബാങ്ക് വാങ്ങി തന്നതിന് ഒത്തിരി താങ്ക് യു. എന്റെ പവറൊന്നും അങ്ങനെയൊന്നും പോയിട്ടില്ല. താങ്ക് യുടാ ഉണ്ണി, താങ്ക് യു സോ മച്ച്. ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ തന്നെ നോക്കാം. അമ്മേ അപ്പുറത്തോട് ഊരി പോരും. നല്ല അത് വേണം പിന്നെ ഇത് വേണം. താങ്ക് യുടാ, ലവ് യു ഉമ്മ. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാ വർഷവും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ 2023 തൊട്ട് ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ. ഒരു 3000ഒക്കെയാണ് ബഡ്ജറ്റിനാറ് രണ്ടുപേർക്കും കൂടി കയ്യിലുള്ളത് വെച്ചിട്ട്. അത് ചിലപ്പോൾ 2000 ആവാം, 1000 ആവാം. അപ്പോൾ ഈ പോക്കറ്റ് മണി അത് ഇതൊക്കെ കിട്ടുന്നതൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതാണ്. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ആഗ്രഹം ഉണ്ടാവും, എന്നാലും അതിങ്ങനെ മാറ്റി വെക്കും. ഇവരുടെ വെഡിങ് ആനിവേഴ്സറിയോ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ അതിനെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. നാളത്തെ വീഡിയോ നാളെ കാണാം.